ഹിസ്റ്ററി ക്ലബ്ബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. തീം 4 തിങ്കേഴ്സ്, ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ്. ചിന്തകൾ, വിശ്വാസങ്ങൾ, നിർമ്മാണങ്ങൾ. കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് 600 BC to 600 CE. ദ സാക്രിഫിഷ്യൽ ട്രഡീഷൻ, യാഗ പാരമ്പര്യം. The period between 600 BC to 600 CE was the period of intellectual and cultural developments. During this period, witnessed the emergence of new religious beliefs in India. For example, Buddhism and Jainism. BC 600 മുതൽ C 600 വരെയുള്ള കാലഘട്ടം സാംസ്കാരിക ഭൗതിക വികാസത്തിൻ്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പുതിയ മതങ്ങൾ ഇന്ത്യയിൽ ഉദയം ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ജൈനമതവും ബുദ്ധമതവും. The 600 BC regarded as a turning point in world history. During this period emerged a number of thinkers. Zarathustra in Iran, Kongzi in China, Socrates, Plato, Aristotle in Greece, Mahavira, Gautama Buddha in India. BC 600 ലോക ചരിത്രത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ കാലമാണ്. ഈ കാലത്ത് ലോകത്ത് പുതിയ ചിന്തകർ ഉയർന്നു വന്നു. ഇറാനിലെ സരതുഷ്ട്ര, ചൈനയിലെ കൺഫ്യൂഷ്യസ്, ഗ്രീസിലെ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഇന്ത്യയിലെ മഹാവീരൻ, ഗൗതമ ബുദ്ധൻ എന്നിവരാണ് ഈ പുതിയ ചിന്തകർ. They tried to understand mysteries of existence and relationship between the humans and cosmic order. അസ്തിത്വത്തിൻ്റെ നിഗൂഢത അറിയാനും പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കണ്ടെത്താനും അവർ ശ്രമിച്ചു. The Rigveda was compiled between 1500 BC to 1000 BC. The Rigveda is a collection of hymns. These hymns are in praise of variety of deities, especially Agni, Indra, and Soma. These hymns were chanted when the sacrifices were performed. People were prayed for cattle, sons, good health, long life, and other things. ഋഗ്വേദം രചിക്കപ്പെട്ടത് BC 1500നും 1000നും ഇടയിലാണ്. പ്രാർത്ഥനാ സൂക്തങ്ങളുടെ സമാഹാരമാണിത്. അഗ്നി, ഇന്ദ്രൻ, സോമൻ എന്നീ ദേവന്മാരോടുള്ള പ്രാർത്ഥനാ സൂക്തങ്ങളാണിവ. യാഗങ്ങൾ നടത്തുമ്പോൾ ഈ മന്ത്രങ്ങൾ ഉരുവിടും. ജനങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് വളർത്തുമൃഗങ്ങൾക്ക്, പുത്രന്മാർക്ക് വേണ്ടി, നല്ല ആരോഗ്യം എന്നിങ്ങനെയുള്ളവയ്ക്ക് വേണ്ടിയായിരുന്നു. Most important two sacrifices were Rajasuya and Ashwamedha. It was performed by chiefs and kings. These rituals and sacrifices were conducted by Brahmin priests. രണ്ട് പ്രധാനപ്പെട്ട യാഗങ്ങളാണ് രാജസൂയവും അശ്വമേധവും. ഇത് സംഘടിപ്പിച്ചിരുന്നത് രാജാക്കന്മാരും മുഖ്യന്മാരും ആയിരുന്നു. ഈ അനുഷ്ഠാനങ്ങളും യാഗങ്ങളും നടത്തിയത് ബ്രാഹ്മണന്മാരായിരുന്നു. ന്യൂ ക്വസ്റ്റ്യൻസ്, പുതിയ ചോദ്യങ്ങൾ. People were also raised new questions. These were discussed in the Upanishad. Meaning of life, possibility of life after death, rebirth, etc. were the main questions. They also questioned the significance of sacrificial tradition. ജനങ്ങൾ പുതിയ ചോദ്യങ്ങൾ ഉയർത്തി. ഉപനിഷത്തിൽ ഇത് കാണാം. ജീവിതത്തിൻ്റെ അർത്ഥം, മരണാനന്തര ജീവിതം, പുനർജന്മം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടു.
യാഗ പാരമ്പര്യം ചോദ്യം ചെയ്യപ്പെട്ടു. ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻസ്. ദിസ് പീരീഡ് വിറ്റ്നസ്ഡ് ദ റൈസ് ഓഫ് 64 sects or school of thoughts. Many teachers traveled from place to place and held discussions, and they also conducted debates. These debates took place in the Kudagarashala. Kudagarashala means a hut with a pointed roof. Many of these teachers, including Mahavira and Buddha, questioned the authority of the Veda. ചർച്ചകളും സംവാദങ്ങളും. BC 6-ാം നൂറ്റാണ്ടിൽ 64 പുതിയ ചിന്തകൾ ഇന്ത്യയിൽ ഉദയം ചെയ്തു. ആചാര്യന്മാർ സഞ്ചരിച്ച് സംവാദങ്ങളും ചർച്ചകളും നടത്തി. ഈ സംവാദങ്ങൾ നടന്നത് കുടകരശാല എന്ന കുടിൽ വെച്ചായിരുന്നു. മഹാവീരനും ശ്രീബുദ്ധനും മറ്റ് ആചാര്യന്മാരും വേദത്തിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്തു. Brahminical tradition believed that the individual existence was determined by his birth. Mahavira and Buddha emphasized individual agency, suggesting that men and women could attain salvation. ബ്രാഹ്മണ പാരമ്പര്യപ്രകാരം ഒരു വ്യക്തിയുടെ സ്ഥാനം നിർണയിച്ചിരുന്നത് ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ മഹാവീരനും ബുദ്ധനും വ്യക്തികളുടെ കർമ്മങ്ങളിൽ കൂടി മോക്ഷം നേടാൻ സാധിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. ദ മെസ്സേജ് ഓഫ് മഹാവീര. മഹാവീരന്റെ സന്ദേശം. The Jains believed that their most important teacher had 23 predecessors who were called Tirthankaras. Tirthankaras means those who guide men and women across the river of existence. Vardhamana Mahavira is considered 24th Tirthankara. മഹാവീരന്റെ സന്ദേശം. ജൈനമതവിശ്വാസികൾ അവർക്ക് 24 തീർത്ഥങ്കരന്മാരുണ്ടെന്ന് വിശ്വസിക്കുന്നു. 24ാമത്തെ തീർത്ഥങ്കരൻ വർദ്ധമാന മഹാവീരനാണ്. ടീച്ചിങ് ഓഫ് ജൈനിസം. ജൈനമത തത്വങ്ങൾ. ദ എൻറ്റയർ വേൾഡ് ഈസ് അനിമേറ്റഡ്. സ്റ്റോൺസ്, റോക്സ് ആൻഡ് വാട്ടർ ഹാവ് ലൈഫ് ആൻഡ് സോൾ. The central philosophy of Jainism is ahimsa, non-violence, non-injury to living beings. Highest goal of human life is the attainment of nirvana or moksha. ലോകം മുഴുവൻ സചേതനമാണ്. കല്ലുകൾ, പാറകൾ, ജലം തുടങ്ങിയവ എല്ലാ വസ്തുക്കൾക്കും ജീവനും ആത്മാവുമുണ്ടെന്ന് വിശ്വസിച്ചു. അഹിംസയാണ് കേന്ദ്ര ആശയം. ജീവനുള്ള വസ്തുക്കളെ ഉപദ്രവിക്കരുത്. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിർവ്വാണം പ്രാപിക്കുക അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കുക എന്നതാണ്. നിർവ്വാണ ഈസ് ഫ്രീഡം ഫ്രം ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് റീബർത്ത്. Karma is the cause of birth and rebirth. Nirvana can be attained by making karma pure. It can be obtained through three ratnas, 3 jewels: right knowledge, right faith, right action. നിർവ്വാണം എന്നത് ജനന പുനർജന്മ ചക്രത്തിൽ നിന്ന് രക്ഷ നേടുക എന്നതാണ്. കർമ്മമാണ് ജനനത്തിനും പുനർജന്മത്തിനും കാരണം. കർമ്മം ശുദ്ധമാക്കി നിർവ്വാണം പ്രാപിക്കാൻ കഴിയും. ത്രിരത്നങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ കൂടി കർമ്മം ശുദ്ധമാക്കാൻ സാധിക്കും. ത്രിരത്നങ്ങൾ: ശരിയായ അറിവ്,
ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി. Jain monks and nuns took 5 vows: to abstain from killing, to abstain from stealing, to abstain from lying, to abstain from possessing property, to observe celibacy. ജൈന സന്യാസിമാരും സന്യാസിനികളും 5 പ്രതിജ്ഞകൾ എടുക്കണമായിരുന്നു. ഹിംസിക്കരുത്, മോഷ്ടിക്കരുത്, നുണ പറയരുത്, സ്വത്ത് സമ്പാദിക്കരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം എന്നിവയായിരുന്നു ആ 5 പ്രതിജ്ഞകൾ. The Buddha and the Quest for Enlightenment. ബുദ്ധനും ജ്ഞാനോദയത്തിനുള്ള അന്വേഷണവും. Buddha was one of the most influential teachers of that period. The teaching of Buddha, reconstructed by the historians by using Buddhist text, hagiographies. Hagiographies means biography of saints or religious leaders. He was born in 563 BC at Lumbini near Kapilavastu. He belonged to Sakya clan. ആ കാലഘട്ടത്തിൽ ജനങ്ങളെ സ്വാധീനിച്ച ആചാര്യന്മാരിൽ പ്രധാനിയായിരുന്നു ശ്രീബുദ്ധൻ. ബുദ്ധമതത്തെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന സ്രോതസ്സുകളാണ് ബുദ്ധമത ഗ്രന്ഥങ്ങൾ, ഹേഗിയോഗ്രാഫി. ഹേഗിയോഗ്രാഫി എന്നാൽ വിശുദ്ധരുടെ, മതനേതാക്കളുടെ ജീവചരിത്രം എന്നിവയാണ്. ശ്രീബുദ്ധൻ ജനിച്ചത് 563 BC-യിൽ കപിലവസ്തുവിനടുത്തുള്ള ലുംബിനിയിൽ ആയിരുന്നു. ശാക്യ വംശത്തിലായിരുന്നു ജനനം. ഫോർ ഗ്രേറ്റ് സൈറ്റ്സ് മേഡ് ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓൺ ഹിസ് മൈൻഡ്. ആൻ ഓൾഡ് മാൻ, സിക്ക് മാൻ, എ കോപ്സ്, എ ഹോംലെസ് മെൻഡിക്കൻറ്റ്. അദ്ദേഹം കണ്ട 4 വലിയ കാഴ്ചകൾ. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിച്ച 4 കാഴ്ചകളായിരുന്നു വൃദ്ധൻ, രോഗി, മൃതശരീരം, സന്യാസി. സിദ്ധാർത്ഥ നോട്ടഡ് ദാറ്റ് ദ അസെറ്റിക് അപ്പിയർഡ് ഇൻ പീസ് ആൻഡ് കാം. Soon he left the palace in search of the supreme truth. Finally, he attained enlightenment. After he came to known as the Buddha or enlightened one. ശാന്തിയും സമാധാനവുമാണ് സന്യാസിയിൽ സിദ്ധാർത്ഥൻ ദർശിച്ചത്. ഉടനെ അദ്ദേഹം കൊട്ടാരം വിട്ടിറങ്ങി. പരമമായ സത്യത്തെ കണ്ടെത്തുക എന്നതായിരുന്നു ലക്ഷ്യം. അവസാനം അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചു. അതിനുശേഷം ബുദ്ധൻ അഥവാ ബോധോദയം ലഭിച്ച ആൾ എന്നറിയപ്പെട്ടു. ദ ടീച്ചിങ് ഓഫ് ബുദ്ധ. ബുദ്ധൻ്റെ തത്വങ്ങൾ. ബുദ്ധാസ് ടീച്ചിങ്സ് ഹാവ് ബീൻ റീകൺസ്ട്രക്റ്റഡ് ഫ്രം സ്റ്റോറീസ് ഫൗണ്ട് മെയിൻലി ഇൻ ദ സുത്ത പീഡക. The world is transient and constantly changing. It is also soulless. There is nothing permanent or eternal in it. ബുദ്ധമത ഗ്രന്ഥമായ സുത്ത പീഡകയിലെ കഥകളിൽ നിന്നാണ് ബുദ്ധൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കുന്നത്. ലോകം അനിത്യവും അനാത്മവുമാണ്. അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ആത്മാവില്ലാത്തതാണ്. സ്ഥിരമോ ശാശ്വതമോ ആയ ഒന്നുമില്ല. Buddhism did not give any importance to God. Buddha regarded the social world as the creation of humans rather than of divine origin. Buddha emphasized individual agency and righteous action
as the means to escape from the cycle of rebirth to attain self-realization and nibbana. His last words to his followers were, "Be lambs unto yourselves, as all of you must work out your own liberation." ബുദ്ധമതം ദൈവത്തിന് പ്രാധാന്യം നൽകിയില്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ സാമൂഹ്യ ലോകം സൃഷ്ടിച്ചത് മനുഷ്യനാണ്, ദൈവമല്ല. ബുദ്ധൻ ഊന്നൽ നൽകിയത് വ്യക്തിയുടെ ശരിയായ പ്രവൃത്തിക്കാണ്. അതിൽ കൂടി മാത്രമേ ആത്മസാക്ഷാത്കാരത്തിനും നിർവ്വാണവും സാധ്യമാകൂ. ആത്മവിമുക്തിക്കായി നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മം നിങ്ങളെ തന്നെ പ്രകാശമാനമാക്കുന്നു. ഇതായിരുന്നു ബുദ്ധൻ അനുയായികളോട് പറഞ്ഞ അവസാന വാക്കുകൾ. ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ്, ബുദ്ധമത ഗ്രന്ഥങ്ങൾ. ത്രിപീഡകാസ്: വിനയപീഡക, സുത്തപീഡക, അഭിധമ്മ പീഡക. ത്രിപീഡകങ്ങൾ: 1 വിനയപീഡക, 2 സുത്തപീഡക, 3 അഭിധമ്മ പീഡക. ഫോളോവേഴ്സ് ഓഫ് ദ ബുദ്ധ: ബുദ്ധൻ്റെ അനുയായികൾ. സംഘ: ബുദ്ധ ഫൗണ്ടഡ് എ സംഘ, an organization of monks. They were the teachers of Dharma. They led simple life. Women were also permitted to join Sangha. Separate Sangha were organized for women. They were called bhikshunis. ബുദ്ധൻ സന്യാസിമാരുടെ സംഘം സ്ഥാപിച്ചു. ഇത് സന്യാസിമാരുടെ സംഘടനയാണ്. അവർ ലളിത ജീവിതം നയിച്ചു. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം സംഘം രൂപീകരിച്ചു. അവരെ ഭിക്ഷുണി എന്നാണ് വിളിച്ചിരുന്നത്. റെസ്പെക്റ്റഡ് ഓർ ദോസ് ഹൂ അറ്റൈൻ സാൽവേഷൻ വെയർ കോൾഡ് തേരീസ്. ദ മെമ്പേഴ്സ് ഓഫ് ദ സംഘ കെയിം ഫ്രം മെനി സോഷ്യൽ ഗ്രൂപ്പ്സ്. They included kings, wealthy men, and Gahapadis, and also workers, craftsmen, and even slaves. മോക്ഷം ലഭിച്ച ആദരണീയരായ വനിതകളെ തേരികൾ എന്നറിയപ്പെട്ടു. സംഘത്തിലെ അംഗങ്ങൾ വിവിധ സാമൂഹിക വിഭാഗത്തിൽ പെട്ടവരുണ്ടായിരുന്നു. രാജാക്കന്മാർ, സമ്പന്നർ, ഗഹപതികൾ, തൊഴിലാളികൾ, കൈവേലക്കാർ, അടിമകൾ തുടങ്ങിയവർ അനുയായികളിൽ ഉൾപ്പെട്ടിരുന്നു. ചൈത്യാസ്: ചൈത്യങ്ങൾ. People believed certain places as sacred. They constructed small shrines there. These were called chaityas. This word, derived from chida, means funerary mound. Many chaityas associated with the Buddha's life. ചില സ്ഥലങ്ങളെ ജനങ്ങൾ വിശുദ്ധ സ്ഥലങ്ങളായി കരുതുന്നു. ബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു. ഇതിനെ ചൈത്യങ്ങൾ എന്നറിയപ്പെടുന്നു. ഫോർ സേക്രഡ് പ്ലേസസ്: ലുംബിനി, the place where Buddha was born. Bodh Gaya, where he attained enlightenment. Saranath delivered his first speech. Kushinagar, where he attained Nibbana. 4 വിശുദ്ധ സ്ഥലങ്ങൾ. ലുംബിനി, ബുദ്ധൻ ജനിച്ച സ്ഥലം. ബോധ് ഗയ, ബോധോദയം ലഭിച്ച സ്ഥലം. സാരാനാഥ്, ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലം. കുശിനഗരം, നിർവ്വാണം പ്രാപിച്ച സ്ഥലം. വിഹാരാസ്: വിഹാര മീൻസ് റെസിഡൻസ് ഓഫ് മങ്സ്. സന്യാസി മഠങ്ങളെയാണ് വിഹാരങ്ങൾ എന്ന് വിളിക്കുന്നത്. സ്തൂപാസ്: The stupas regarded as sacred places. The stupas were mound. Relics of Buddha buried here. It was built with stones or bricks.
The Emperor Ashoka was built a number of stupas in various parts of India. Barhut, Sanchi, Saranath are the most famous stupas. സ്തൂപങ്ങൾ പരിശുദ്ധ സ്ഥലങ്ങളായി കരുതുന്നു. ഇതൊരു മൺമേട് ആണ്. ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ടാകും. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ശിലകൾ അല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ടായിരുന്നു. അശോക ചക്രവർത്തി ഇന്ത്യയുടെ പല ഭാഗത്തും സ്തൂപങ്ങൾ സ്ഥാപിച്ചിരുന്നു. Who built these stupas? Kings, guilds, ordinary people, bhikshus, bhikkhunis. ആരാണ് സ്തൂപങ്ങൾ സ്ഥാപിച്ചത്? രാജാക്കന്മാർ, ഗിൽഡുകൾ, സാധാരണ ജനങ്ങൾ, ഭിക്ഷുക്കൾ, ഭിക്ഷുണികൾ. ദ സ്ട്രക്ചർ ഓഫ് സ്തൂപാസ്. സ്തൂപത്തിൻ്റെ ഘടന. സ്തൂപ ഈസ് എ സാൻസ്ക്രിറ്റ് വേർഡ്. It means a heap or mound. In the beginning, stupas were simple, semicircular mound. It is called anda. Gradually, it became complex. It became complex structure. It began to construct in square and round shapes. സ്തൂപം എന്നത് ഒരു സംസ്കൃത പദമാണ്. കുന്ന്, മൺമേട് എന്നു മാത്രമേ അർത്ഥമുള്ളൂ. ആദ്യകാലത്ത് സ്തൂപങ്ങൾ ലളിതമായിരുന്നു, അർദ്ധവൃത്താകൃതിയിലായിരുന്നു. ഇതിനെ അണ്ട എന്ന് വിളിക്കുന്നു. എബോവ് അണ്ട, ബാൽക്കണി ലൈക്ക് സ്ട്രക്ചർ വാസ് ബിൽഡ്. ഇറ്റ് വാസ് കോൾഡ് ഹർമിക. അണ്ടത്തിന് മുകളിലായി ബാൽക്കണി പോലുള്ള നിർമ്മിതി ഉണ്ടായിരുന്നു. ഇതിനെ ഹർമിക എന്ന് വിളിക്കുന്നു. Arising from the Harmiga, a mast called Yashti. It was surmounted by a chhatri or umbrella. There was a wall around the stupas. It separated the sacred space from the material world. ഹർമികയിൽ നിന്നും ഒരു കൊടിമരം ഉണ്ടായിരുന്നു. ഇതിനെ യാഷ്ടി എന്നു പറയുന്നു. ഇതിന് ചുറ്റുമായി ഛത്രങ്ങൾ അഥവാ കുടകൾ കാണാം. വിശുദ്ധ സ്ഥലത്തെ ബാഹ്യലോകത്തിൽ നിന്നും വേർതിരിക്കാനായി മതിൽ കെട്ടിയിരുന്നു. ഡിസ്കവറിംഗ് സ്തൂപാസ്. സ്തൂപങ്ങളെ കണ്ടെത്തൽ. ഹിസ്റ്ററി ഓഫ് അമരാവതി സ്തൂപ. അമരാവതി സ്തൂപത്തിൻ്റെ ചരിത്രം. In 1796, a local Raja of Amaravati used the stones of the stupas to build a temple. Some years later, a British officer, Colin Mackenzie, visited this place and prepared detailed drawings of them. In 1854, Walter Elliot visited Amaravati. He collected sculptures and took them to Madras. Some of the slabs from Amaravati were taken to different places: Calcutta, Madras, London. H. Cole opposed these acts and argued that original should remain where they had been found. 1796 ഒരു നാട്ടുരാജാവ് അമരാവതി സ്തൂപത്തിൻ്റെ കല്ലുകൾ ഒരു ക്ഷേത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം കോളിൻ മെക്കൻസി എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അമരാവതി സ്തൂപത്തിൻ്റെ സ്ഥലം സന്ദർശിച്ചു. വിശദമായ ഒരു ഡ്രോയിങ് തയ്യാറാക്കുകയും ചെയ്തു. 1854 വാൾട്ടർ എലിയട്ട് അമരാവതി സന്ദർശിച്ചു. ചില ശില്പങ്ങൾ അദ്ദേഹം മദ്രാസിലേക്ക് കൊണ്ടുപോയി. അമരാവതിയിലെ ശിലാപാളികൾ ചിലത് കൽക്കട്ട, മദ്രാസ്, ലണ്ടൻ എന്നീ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. പുരാവസ്തു ശാസ്ത്രജ്ഞനായ H. കോൾ ഈ പ്രവൃത്തിയെ എതിർത്തു. ഒറിജിനൽ ശില്പങ്ങൾ
അവ കണ്ടെടുത്ത സ്ഥലത്ത് തന്നെ സംരക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. Why did സാഞ്ചി സർവൈവ്ഡ് while അമരാവതി ഡിഡ് നോട്ട്? എന്തുകൊണ്ട് സാഞ്ചി സംരക്ഷിക്കപ്പെടുകയും അമരാവതി അവഗണിക്കപ്പെടുകയും ചെയ്തു? The ruler of Bhopal, Shahjahan Begum, took wise decision to protect Sanchi Stupa. They provide money for the preservation of the site. They found a museum there. Sanchi was the best preserved monuments, but such measures not taken in the case of Amaravati. ഭോപ്പാലിലെ ഭരണാധികാരിയായ ഷാജഹാൻ ബീഗം സാഞ്ചി സംരക്ഷിക്കാൻ നടപടിയെടുത്തു. ഈ കേന്ദ്രം സംരക്ഷിക്കാനായി പണം ചിലവഴിച്ചു. അവിടെ ഒരു മ്യൂസിയം നിർമ്മിച്ചു. അതുകൊണ്ട് തന്നെ സാഞ്ചി നന്നായി സംരക്ഷിക്കപ്പെട്ടു. അമരാവതിയെ സംരക്ഷിക്കാൻ അത്തരത്തിലുള്ള നടപടിയൊന്നും എടുത്തില്ല. സ്കൾപ്ചർ അറ്റ് സാഞ്ചി, സാഞ്ചിയിലെ സ്തൂപങ്ങൾ. Sculptures at Sanchi considered as beautiful and valuable. സാഞ്ചിയിലെ ശില്പങ്ങൾ അമൂല്യങ്ങളും സുന്ദരങ്ങളും ആയിരുന്നു. സ്റ്റോറീസ് ഇൻ സ്റ്റോൺസ്, കല്ലിലെ കഥകൾ. The sculptures at Sanchi depict scenes from Jataka stories. One scenes identified as scenes from the Vesantara Jataka. This is a story about a prince who gave everything to Brahmana and went to live in the forest with his wife and children. വേസാന്തര ജാതക കഥയിലെ ദൃശ്യങ്ങളും സാഞ്ചിയിലെ ശില്പങ്ങളിൽ കാണാം. ഒരു രാജകുമാരനെ കുറിച്ചുള്ള കഥയാണ്. തൻ്റെ സമ്പാദ്യമെല്ലാം ഒരു ബ്രാഹ്മണന് കൊടുത്തതിന് ശേഷം ഭാര്യയെയും മക്കളെയും കൂട്ടി വനത്തിൽ പോയി ജീവിച്ച ഒരു രാജകുമാരൻ്റെ കഥയാണ്. സിംബൽസ് ഓഫ് വർഷിപ്പ്, ആരാധനയുടെ പ്രതീകങ്ങൾ. The early sculpture does not have the image of Buddha. Instead, they use symbols. The empty seat, meditation of the Buddha. The stupa, Mahaparinibbana or last days of Buddha. Wheel, first sermon. Tree, attainment of enlightenment. ആദ്യകാല ശില്പങ്ങളിൽ ബുദ്ധനെ മനുഷ്യരൂപത്തിൽ ചിത്രീകരിച്ചിരുന്നില്ല. അതിനു പകരം പ്രതീകങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഒഴിഞ്ഞ ഇരിപ്പിടം, ബുദ്ധൻ്റെ ധ്യാനം. സ്തൂപം, മഹാപരിനിർവാണം, ബുദ്ധൻ്റെ അന്ത്യദിനങ്ങൾ. ചക്രം, സാരാനാഥിൽ ബുദ്ധൻ നടത്തിയ ആദ്യ പ്രഭാഷണം. പോപ്പുലർ ട്രഡീഷൻ, ജനകീയ പാരമ്പര്യം. Some sculptures at Sanchi were not influenced by Buddhist ideas. Shalabanchika, a beautiful woman swinging from the edge of the gateway holding into a tree. Shalabanchika was a woman whose touch caused trees to flower and bear fruit. Many people who turned into Buddhism, they enriched it with their own pre-Buddhist and even non-Buddhist beliefs, practices and ideas. Many animals were also represented in sculptures. Animals used as symbols of human attributes. Elephant, strength and wisdom. A woman surrounded by lotus and elephant. Some historians identified it as Maya, mother of Buddha. Others identified it as goddess Gajalashmi. സാഞ്ചിയിലെ ചില ശില്പങ്ങൾക്ക് ബുദ്ധമതത്തിൻ്റെ ആശയങ്ങളുമായി ബന്ധമില്ല. ശാലബഞ്ചിക,
കവാടത്തിൽ മരത്തിൽ തൂങ്ങി ഊഞ്ഞാലാടുന്ന സുന്ദരിയായ സ്ത്രീയുടെ രൂപം. ബുദ്ധമത ആശയവുമായി ബന്ധമൊന്നും ഇല്ല. സാലബഞ്ചിക സ്പർശിച്ചാൽ മരങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുമെന്ന് വിശ്വാസം. മൃഗങ്ങളുടെ മനോഹരങ്ങളായ ശില്പങ്ങൾ കാണാം. മനുഷ്യ ഗുണങ്ങളുടെ പ്രതീകങ്ങളായും മൃഗങ്ങളെ ചിത്രീകരിച്ചിട്ടുണ്ട്. ആന ശക്തിയുടെയും ബുദ്ധിയുടെയും പ്രതീകം. താമര പൂക്കളുടെയും ആനകളുടെയും നടുവിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ശില്പം ബുദ്ധൻ്റെ മാതാവായ മായയുടെ രൂപമാണെന്ന് അഭിപ്രായമുണ്ട്. എന്നാൽ ചില ചരിത്രകാരന്മാർ ഗജലക്ഷ്മിയാണെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. Figure of serpent is found at Sanchi. This motif seems to derived from popular traditions. James Ferguson, a modern historian, considered Sanchi as the center of tree and serpent worship. The development of Mahayana Buddhism. By the 1st century, many changes had taken in Buddhist ideas and practices. Differences arose among the Buddhist monks over the teaching of Buddha. These differences became acute in the fourth council held at Kashmir during the reign of Kanishka, ultimately led to split Hinayana and Mahayana. ഒന്നാം നൂറ്റാണ്ടോടെ ബുദ്ധമത ആശയങ്ങളിലും പ്രയോഗത്തിലും വലിയ മാറ്റങ്ങൾ വന്നു. ബുദ്ധമത സിദ്ധാന്തങ്ങളുടെ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് ബുദ്ധ ഭിക്ഷുക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. കനിഷ്കന്റെ ഭരണകാലത്ത് നടന്ന 4ാമത് ബുദ്ധമത സമ്മേളനത്തിൽ അഭിപ്രായ ഭിന്നത തീവ്രമായി. ബുദ്ധമതം 2ആയി പിളർന്നു: ഹീനയാനവും മഹായാനവും. ഹീനയാന ലിറ്ററലി മീൻസ് ദ ലെസ്സർ വെഹിക്കിൾ. They followed original doctrines of Buddhism. They used Pali language. They followed older traditions. ഹീനയാനം എന്ന വാക്കിനർത്ഥം ചെറിയ വാഹനം എന്നാണ്, അഥവാ ചെറിയ ചക്രം. അവർ ബുദ്ധമതത്തിൻ്റെ യഥാർത്ഥ തത്വങ്ങൾ പിന്തുടർന്നു, പാലി ഭാഷ ഉപയോഗിച്ചു, പഴയ പാരമ്പര്യത്തിൽ വിശ്വസിച്ചു. മഹായാന literally means greater vehicle. They followed new doctrines, code of ethics. They worshipped the image of the Buddha and the Bodhisattvas. They found Buddha as a savior, worshipped as God. They used Sanskrit language to preach the teachings of Buddha. ഹീനയാനം എന്നാൽ വലിയ ചക്രം എന്നാണ്. അവർ പുതിയ തത്വങ്ങളും സദാചാര സംഹിതകളും ഉണ്ടാക്കി. ബോധിസത്വന്മാരുടെയും ബുദ്ധൻ്റെയും വിഗ്രഹം ആരാധിക്കാൻ തുടങ്ങി. ബുദ്ധനെ രക്ഷകനായി കണ്ടു. ബുദ്ധനെ ദൈവമായും ആരാധിക്കാൻ തുടങ്ങി. അവർ സംസ്കൃത ഭാഷ ഉപയോഗിച്ചു. ഗ്രോത്ത് ഓഫ് പുരാണിക് ഹിന്ദുയിസം. പുരാണ ഹിന്ദുമതത്തിൻ്റെ വളർച്ച. There were 2 important traditions that developed with Puranic Hinduism. പുരാണ ഹിന്ദുമതത്തിന് 2 പാരമ്പര്യമുണ്ട്. ഒന്ന്, വൈഷ്ണവിസം. Their principal deity was Vishnu. They believed in various avataras or incarnation of Lord Vishnu. According to Vaishnavism, there are 10 avataras in order to save the world whenever the world was threatened by evil forces. Different avataras popular in different parts of the country. വിഷ്ണുവിനെ മുഖ്യ ദൈവമായി ആരാധിച്ചു. വിഷ്ണുവിൻ്റെ വിവിധ അവതാരത്തിൽ അവർ വിശ്വസിച്ചു. ലോകത്തെ രക്ഷിക്കാനായി വിഷ്ണു 10 അവതാരങ്ങൾ ഉണ്ടായെന്ന് വിശ്വസിക്കുന്നു. ഈ അവതാരങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ജനകീയമായി തീർന്നു. ശൈവിസം, ശൈവ മതം. ശിവ വാസ് റിഗാർഡഡ് ആസ് ചീഫ് ഗോഡ്.
Shiva was symbolized by the linga. He was also represented in the form of human figure. Some of these deities were represented in sculpture. All such representations depicted a complex set of ideas about the deities. To understand the meaning of this sculpture, historians have to be familiar with the Puranas. ശിവനെ പ്രധാന ആരാധനമൂർത്തിയായി കരുതുന്നു. ശിവന്റെ പ്രതീകമായി ലിംഗത്തെയാണ് ആരാധിക്കുന്നത്. മനുഷ്യരൂപത്തിലും ചിത്രീകരിക്കാറുണ്ട്. ആരാധനമൂർത്തിയെക്കുറിച്ചുള്ള സങ്കീർണമായ ആശയങ്ങളാണ് പ്രതീകങ്ങളായി ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ ശില്പങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ചരിത്രകാരന്മാർക്ക് പുരാണങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ടെമ്പിൾ ആർക്കിടെക്ചർ. ക്ഷേത്ര വാസ്തുവിദ്യ. The early temple was a small square room called the Garbhagriha. Images installed in this room. Gradually, an old structure known as Shikhara was built over the central shrine. Temple walls were often decorated with a sculpture. An amazing example of cave temples, Kailasanatha Temple at Ellora. ആദ്യകാല ക്ഷേത്രങ്ങൾ ചതുരത്തിലുള്ള ചെറിയ മുറിയായിരുന്നു. ഇതിനെ ഗർഭഗൃഹം എന്ന് വിളിച്ചിരുന്നു. വിഗ്രഹങ്ങൾ ഈ മുറിയിലായിരുന്നു. ക്രമേണ ഗർഭഗൃഹത്തിന് മുകളിൽ ഉയർന്ന നിർമ്മിതികൾ ഉണ്ടാക്കി. ഇതിനെ ശിഖരമെന്ന് വിളിച്ചു. ക്ഷേത്ര ചുമരുകൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ഗുഹാക്ഷേത്രത്തിന് ഒരു ഉദാഹരണമാണ് എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.